വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അതീവ തീരുവ ചുമത്തുവാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 7 മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക. വിവിധ രാജ്യങ്ങൾക്ക് 10% മുതൽ 41% വരെയാണ് അധിക തീരുവ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അതിനുമേൽ പിഴയും ഉണ്ടാകുമെന്നതാണ് ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും ഉയർന്ന തീരുവ സിറിയക്കാണ്, അഥവാ 41%. സിറിയ അമേരിക്കയുടെ ഒരു സൗഹൃദ രാജ്യമായി പുതിയ പട്ടികയിൽ വന്നൊരു രാജ്യം കൂടിയാണ്. US വിലക്ക് ലംഘിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നു എന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാരണം എന്നത്. ഇന്ത്യ US വ്യാപാര ചർച്ച 5 വട്ടം കഴിഞ്ഞിരുന്നു. അടുത്ത ചർച്ച ഓഗസ്റ്റ് മധ്യത്തിൽ നടത്താനും തീരുമാനിച്ചിരുന്നു. ഒക്ടോബറോടെ അന്തിമ കരാറിലെത്താൻ ആകുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് ട്രംപ് കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എങ്കിലും വ്യാപാര ഉടമ്പടി ചർച്ച തുടരുകയാണ് എന്ന ഇന്ത്യയുടെ നയത്തിൽ മാറ്റമൊന്നുമില്ല. ബ്രിക്സും വ്യാപാരവുമാണ് തൻ്റെ തീരുമാനത്തിന് പിന്നിലെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. അതിനെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മ എന്നാണ്. വ്യാപാരങ്ങൾക്ക് US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ നിലപാടെടുത്തത് US-നെ ചൊടിപ്പിച്ചിരുന്നു. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആദ്യകാലത്ത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമായിരുന്നു ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. ഇതിലേക്ക് പിന്നീട് കൂടുതൽ രാജ്യങ്ങൾ വരികയാണ്. ബ്രിക്സ് രാജ്യാന്തര വേദികളിൽ അമേരിക്കൻ നയങ്ങളോട് യോജിക്കാത്തതും ശത്രുതാ മനോഭാവത്തോടെ നിലപാടെടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കക്ക് വലിയ വ്യാപാര കമ്മി ഉണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഇതില്ലാതാക്കാൻ തീരുവകളെ ഒരു ആയുധമാക്കുകയാണ് ട്രംപ്. ഇന്ത്യയുടെ കാർഷിക ക്ഷീര വിപണികളിൽ US-ന് വളരെ പ്രധാനപ്പെട്ട കണ്ണുണ്ട്. എന്നാൽ അത് US ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. യുദ്ധത്തിൽ ഉക്രൈൻ അമേരിക്ക സഹായം നൽകിക്കൊണ്ടിരിക്കെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങളും ക്രൂഡ് ഓയിലും വാങ്ങുന്നത് റഷ്യക്ക് നൽകുന്ന സഹായമാണ് എന്നാണ് ട്രംപിൻ്റെ ആഖ്യാനം. ഈ വ്യാപാരത്തിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് അധിക പിഴ ഇപ്പോൾ അമേരിക്ക ചുമത്തുന്നത്. അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കുകയും അതേസമയം അമേരിക്കൻ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇരു വിഭാഗത്തിനും നേട്ടമാണ്. 2024-25 അഥവാ ഏപ്രിൽ മാർച്ച് $86.5 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതി. അത് മറ്റേതു രാജ്യത്തേക്കാളും കൂടുതലാണ്. US-ൽ നിന്നുള്ള ഇറക്കുമതി $45.7 ബില്യൺ ആയിരുന്നു. ഇത് ചൈന അഥവാ $113.5 മില്യൺ, റഷ്യ $63.8 ബില്യൺ, UAE $63.4 ബില്യൺ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ കുറവാണെങ്കിലും വ്യാപാരത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ആശയത്തിന് അനുപാതമാണ്. അതോടൊപ്പം കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ് എന്നതും പ്രധാനമാണ്. തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ ഘടകങ്ങൾ തുടങ്ങിയവയാണ് കയറ്റുമതിയിലുള്ളത്. UK 10%, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ 15%, ഇന്തോനേഷ്യ 19%, വിയറ്റ്നാം 20% എന്നിവയേക്കാൾ ഉയർന്ന താരിഫിന് ഇന്ത്യയെ വിധേയമാക്കുന്ന ട്രംപിൻ്റെ ഏകപക്ഷീയ നടപടി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നു വന്നിരുന്ന വ്യാപാര സഹകരണത്തിന് വിരുദ്ധമാണ്. ഉയർന്ന വളർച്ച കൈവരിക്കുകയും വിവിധ രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പത്ത് ഉയർത്തുകയും ചെയ്ത ആഗോള വ്യാപാര ക്രമത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും തത്വങ്ങളും ട്രംപ് തൻ്റെ പ്രവചനാതീത നിലപാടുകൾ കൊണ്ട് അട്ടിമറിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 25% താരിഫ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ $30 ബില്യൺ വരെ നഷ്ടമുണ്ടാക്കുന്നതാണ്. ഇത് വിതരണ ശൃംഖലകളെയും തൊഴിലവസരങ്ങളെയും ഹ്രസ്വകാല GDP-യുടെ ആക്കം കൂട്ടുന്നതിനെയും ബാധിക്കും. ട്രംപിൻ്റെ 25% താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ തീരുവ കുറക്കാനും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കൂട്ടാനും നിർബന്ധിതമാക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിരിക്കും. എന്നാൽ റഷ്യൻ എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് രാജ്യത്തിന് അധിക താരിഫ് ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണി അസ്വീകാര്യമാണ്. US-യുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നത് ഇന്ത്യയുടെ താല്പര്യമാണെന്നതുപോലെ തന്നെയാണ് അസംസ്കൃത എണ്ണയും ആയുധങ്ങളും വിൽക്കാൻ ശേഷിയുള്ള ഏതൊരു രാജ്യത്തു നിന്നും അത് വാങ്ങാനുള്ള ഇന്ത്യയുടെ താല്പര്യം. രാജ്യത്തിൻ്റെ ഊർജ്ജ പ്രതിരോധ ആവശ്യങ്ങളെ ബന്ധിയാക്കി വിലപേശാൻ അനുവദിക്കാൻ ആവില്ല. ഭീഷണിയെ പിടിച്ചെടുക്കാനുള്ള അവസരമാക്കി മാറ്റുന്ന ട്രംപിന് വഴങ്ങേണ്ടതില്ലെന്ന ഇന്ത്യയുടെ നിലപാട് ഉപരോധത്തിലേക്ക് നയിച്ചേക്കാം. അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. ശക്തമായ ആഭ്യന്തര ഉപഭോഗത്തിൽ
വേരൂന്നിയ സാമ്പത്തിക ഘടന കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട്. സമീപകാലത്ത് അസ്ഥിരതയുണ്ടായിരുന്നിട്ടും നമ്മുടെ വിപണി അടിസ്ഥാന കാര്യങ്ങൾ മികച്ചതായി തുടരുന്നുണ്ട്. US താരിഫ് നടപടികളെ നേരിടുന്നതിൽ ഇന്ത്യ ഒറ്റയ്ക്കല്ല. UK, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ US-ന്റെ അടുത്ത സഖ്യകക്ഷികൾ പോലും സമാന നടപടികൾ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ സമീപനം ബുദ്ധിപരമായ വിലപേശലിൽ നങ്കൂരമിടുകയാണ് വേണ്ടത്. ഇത് തന്ത്രപരമായ ഒരു ഇടമാണ്. US-ചൈന സംഘർഷങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോക വ്യാപാര സംഘടന മാനദണ്ഡങ്ങൾ, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ദേശീയത എന്നിവയാൽ രൂപപ്പെട്ട പുതിയ ആഗോള വ്യാപാര മേഖലയിൽ ഇന്ത്യ ചടുലത, വൈവിധ്യവൽക്കരണം, നയതന്ത്ര ദീർഘവീക്ഷണം എന്നിവയോടെ പ്രതികരിക്കുകയാണ് വേണ്ടത്. അസ്ഥിരമായ അന്തരീക്ഷത്തിലും ഇന്ത്യയുടെ സ്ഥിരതയും ദീർഘകാല ദർശനവും സ്വന്തം വളർച്ചയ്ക്ക് മാത്രമല്ല ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതം തന്നെയാണ്.